ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുക നമ്മൾ 2-3 days മുന്നേ നമ്മളൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ആ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്, അത് ഫ്ലോപ്പ് ആയി പോയത്. അതുപോലെ തന്നെ നമ്മൾ ദ ഡോക്ടർ ആൻസൺസ് K9 അക്കാഡമി ആൻഡ് പെറ്റ്സ് ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് നമ്മുടെ അഞ്ചൽ ടു പുനലൂർ റൂട്ടിൽ നമ്മുടെ കനാൽ ജംഗ്ഷനിൽ അവിടെയാണ്. പിന്നെ പെറ്റ്സിന്റെ സർവീസസും അവർ ചെയ്തു തരുന്നുണ്ട്. പെറ്റ്സ് ബോർഡിങ് ചെയ്തു തരുന്നുണ്ട്, പെറ്റ്സ് മെഡിക്കൽ കെയർ ഉണ്ട്, പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പെറ്റ്സ് ഗ്രൂമിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് സർവീസസും അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ലൈക്ക് ഇങ്ങനെ ഡോഗ്സിനെ നിങ്ങൾ 3-4 ദിവസം വീട്ടിൽ നിന്നൊക്കെ മാറിക്കുമ്പോൾ ഡോഗ്സിനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇവർ നല്ല കെയർ ചെയ്ത് അവരെ അതിനെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒക്കെ കൊടുത്തേക്കാം താഴെ. അത് നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഇത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടും അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവിടെ വെച്ചായിരുന്നു അവസാനിച്ചപ്പോൾ നമ്മളൊരു പോപ്പറൊക്കെ പൊട്ടിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരും നല്ല ഫ്രണ്ട്ലി. അവിടെ വിസിറ്റേഴ്സൊന്നും വിസിറ്റേഴ്സ് അലൗഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും ഇല്ല. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് എല്ലാവരും വരും കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ബൈ. ഹായ് ജുവൽ. നമ്മൾ എന്താ ആക്കാൻ വന്നത്? യെസ്, നമ്മുടെ ചിക്കൻ താണ്ട് സന്തോഷമുള്ളൂ. ആൻഡ് ജിറ്റി അകത്തുണ്ട്, നമുക്ക് ജിറ്റിയും വിളിക്കാം. ഓക്കെ, അവൾ ഒരുങ്ങും, അവൾ ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുക. ജോല എന്ത് ചെയ്യാൻ പോവാ? ബിയോമിനെ പറ്റി എന്തോ അഭിപ്രായം? ഇതാ നമ്മൾ ഫ്രണ്ട് ഇരിപ്പോട്ട് എന്ത് ചെയ്യോ? ജുവൽ അവിടെ ചിക്കൻ കഴിവാണ്. ഒരു ചിക്കൻ തൂ കിടക്കുന്നു. ചിക്കൻ ജോലി ഇങ്ങോട്ട് നോക്ക്. പറഞ്ഞോ. ഞങ്ങള് വെളുത്തുള്ളി ഞാൻ കണ്ടിക്കോ. ഞാൻ ഈ പാത്രം എടുത്തോണ്ട് കൊടുത്ത കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തോണ്ട് കൊടുത്തത്. സോ നമ്മള് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഇന്നത്തെ പ്ലാൻ. അപ്പൊ ഇന്നത്തേക്ക് ഞാനാട്ടോ വ്ളോഗ് എടുക്കുന്നത്. ജിറ്റിയുടെ ക്യാമറ ഒരാള്. നമ്മള് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന്റെ സാധനങ്ങള് ഇതെന്തോ പെപ്പറല്ലേ? അല്ല, ഇത് ഇത് പെപ്പർ. ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് കാണുമ്പോ അറിയാം. ഇത് മുളക് പൊടി, അത് മുളക് പൊടി, മഞ്ഞള്, കുക്കുംബർ, ലെമൺ. ഇതെന്താ സംഭവം? അത് ചിക്കൻ മസാല. ഇത് ചിക്കൻ പൊരിച്ചതിന്റെ മസാല. ഇത് ഉപ്പാണ്. അവളുടെ ഫ്രണ്ട് പോയിട്ട് ഗിഗ്ലിംഗ്. നമ്മുടെ വെളുത്തു ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യും. കോളേജിൽ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. നമ്മള് ആ ചിക്കൻ എന്താ മസാല എല്ലാം പെരട്ടി അവിടെ എല്ലാം അത് കൊണ്ട് കുറച്ചു നേരത്തേക്ക് വെക്കാൻ പോവാ. ഇത് നമുക്കിനി ഇവിടെ ക്ലീൻ ചെയ്യണം. നമ്മുടെ ക്ലീൻ താണ്ട് എല്ലാം ഇവിടെ വൃത്തിയോടായിട്ട് കിടക്കുക. അപ്പൊ ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് അപ്പൊ കാണാം. ബൈ ബൈ. ഇതൊരു രക്ഷയില്ല, കത്തുന്നില്ല സാധനം. ഇവളാണെങ്കിൽ ഒരു പണി ചെയ്യത്തില്ല. അവളുടെ കയ്യിരിക്കുന്ന ആ സാധനം കാണിച്ച് ഈ സാധനം മാത്രം അവൾ ഇടയ്ക്കിടയ്ക്ക്
കണ്ടു കത്തി കത്തി. ഇടയ്ക്കിടയ്ക്ക് ഇവള് അത് കത്തിക്കാൻ ഗ്യാസ് കൂട്ടായ പോലെ തരും, ഞാൻ അതെടുത്ത് അതിനകത്ത് ഇടും. അവള് പിന്നെ എന്തേലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവളാ ഉറക്കോ സുഖം പിടിച്ചിരിക്കുന്ന റാണി കസാര തന്നെ ഇരിക്കുന്ന കണ്ടില്ലയോ, അത് പിന്നെ എന്തേലും ഒക്കെ ചെയ്യും. ആ പൊട്ടി. അതെല്ലാം കത്തിയതാ കാട് മൊത്തം. എന്ത് ചെയ്യുന്ന? ഇത് നമ്മള് ചിക്കൻ ഫ്ലോപ്പായി ഫ്ലോപ്പായി പോയി. മറ്റേ സാധനം നമുക്ക് ഇതെന്തോ കർപ്പൂരല്ല കനല് നമുക്ക് അവൈലബിൾ കിട്ടിയില്ല. അപ്പൊ നമ്മളെന്താ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് വേറൊരു പണിയും കൂടെ തന്തൂരി ചിക്കൻ മണ്ണായി പോയി. എന്നിട്ട് ഇതിന്റെ ആൾക്കാരെ ബാക്കിയൊന്നും നമ്മളിങ്ങനെ കുക്കറിനകത്തിട്ട് ഇങ്ങനെ ചെയ്യുക. അത് കുറച്ച് 2-3 വിസിലടിച്ച് പിന്നെ നമ്മളെന്തോ അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് മസാല പിടിക്കാനായിട്ട് ഇതിന് എത്ര നേരം എടുക്കും? കഴിഞ്ഞ് ഈ മസാല പിടിച്ചു നമുക്ക് ഇവിടെ ഇതൊക്കെ നമുക്കിവിടെ കട്ടെടുത്ത് തിന്നാ ഒരാള് ഒന്ന് സലാഡ് ഇതൊന്നും അല്ലായിരുന്നു. കുക്കുമ്പർ വലിയതായിരുന്നു, ഇത്ര ഒന്നുള്ളൂ. ഇപ്പൊ ചിക്കനും മസാല നമ്മള് ഫ്രൈ ചെയ്യാൻ ഇവിടെ എണ്ണ ഒഴിച്ച് വെച്ചേക്കുക. അപ്പൊ ഇനി ഇത് മൊത്തം ഫ്രൈ ചെയ്തിട്ട് നമ്മള് കറി ലീവ്സ് ഇടും ഇതില്ല. ഇല്ലല്ലോ, കറി ലീവ്സ് ഇല്ല. കറി ലീവ്സ് ഇല്ല. അവിടെ കിടന്നത് ഗൈസ് നമ്മളതാ ചിക്കൻ ഉണ്ടാക്കി. ചിക്കൻ കാണില്ലേ? ചിക്കൻ ഇതാണ് നമ്മുടെ ആപ്പിൾ ഫിസും മച്ചണൈസും. എന്ത് നസീനെ എന്തുവാ എന്ത് നിന്റെ കൈ ഇരിക്കുന്ന മച്ചണ? എന്റെ പൊന്ന്, ആദ്യം ഇവളുടെ കയ്യിൽ ഇതായിരുന്നു ഗൈസ് കൊടുത്തിരുന്നത്. അത് തിന്നുന്നോണ്ട ഇവിടുന്ന് വാങ്ങിച്ച്. പിന്നെ ആ കൊച്ചി ഫിസ് പിടിച്ച് ഫിസ് ഇപ്പൊ പറഞ്ഞോളൂ. മച്ചണൈസ് പോപ്പർ തിന്നു ഇനി കുറച്ച്. ഓക്കെ, നമുക്കിനി കഴിക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അവർ രണ്ടുപേരും നിർത്തി, ഇവളും ഞാനിവിടെ കഴിക്കുകയാണ്. ഈ പോപ്പർ ഞങ്ങൾ ചതിച്ചു, അതുകൊണ്ട് നമ്മൾ അവസാനം ഒരു പോപ്പറൂടെ പൊട്ടിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും. ഉണ്ണിക്കൂടെ നിന്റെ ഡ്രോയിങ് ആയിട്ട് കാണിയില്ല. ഓക്കെ, ഉറപ്പിച്ചോ? ആർക്കെങ്കിലും ക്യാമറ വീഡിയോ എല്ലാം എടുക്കണമെങ്കിൽ ഉണ്ണിക്കുട്ടനെ വിളിച്ചാൽ മതി, ഫ്രം അഞ്ചൽ. അപ്പൊ ഞാൻ എന്റെ ഫുഡ് നിർത്തി, ഇനി ഉണ്ണിക്കുട്ടൻ കഴിക്കും, ജ്വല്ലം കഴിക്കും. ഗൈസ് ദാ നമ്മളിവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ജിറ്റി അകത്തുണ്ട്, ജ്വല്ല താണ്ടെ, നസീന താണ്ടെ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവാ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇനി നടക്കുന്നതൊക്കെ വീഡിയോസൊക്കെ കാണിച്ചു ഗൈസ്. ഇതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നിന്റെയോ? ഗുഡ്. മാതള നാരങ്ങ. ഗൈസ് നമ്മളിതാ ഇവിടെ ഇതൊരു കനാലാ. ഈ കനാലിൽ പോകുന്ന വഴിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. അയ്യോ 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 അയ്യോ. അവിടെ ഒരു ആൻറ്റി ഇപ്പോൾ ഉണ്ട്. അവിടെ ഒരു പശു നിൽക്കുന്നു ഗൈസ്. ഇത് അങ്ങൂന്ന് ഒഴുകി വരുന്നേ ഗൈസ്, അതോ അതിനകത്തുനിന്ന് ഒഴുകി വരുന്നേ ഗൈസ്. നമ്മളാ വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ ഇരിക്കുക. ജിറ്റി തിരിച്ചു പോയി ഗൈസ്. ജിറ്റി എന്തേടി? അതെ, ജുവലിന്റെ അനിയന്റെ കൂടെ ഇരിക്കാൻ പോയി. നമ്മളാ ഇവിടുന്ന് ഇറങ്ങി. അതുകൊണ്ട്
അവളുമാരുണ്ടെന്നാ ഗൈസ് പേടിച്ചു നിന്നു അവളുമാര് നിന്നു അവിടെ. അപ്പൊ നമുക്ക് ഈ വഴി കയറിപ്പോ. ഇറങ്ങിയതിന്റെ ഒരു സുഖം കേറുമ്പോ ഇല്ല. ഇറങ്ങുമ്പോ ലാഘവത്തെ നമ്മൾ ഇറങ്ങും, പക്ഷെ കേറുമ്പോ അയ്യോ കേറി ഗൈസ്. അയ്യോ ഇരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ കേറി അവിടുന്ന് ഇവിടെ വരെ കേറി വന്ന ഗൈസ്. നമ്മളിതാ കരവാളൂർ കനാൽ ജംഗ്ഷനിലേക്ക് പോവാ. അതാണ് ഓണർ. എന്തിന്റെ ഓണറാ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആ കാണുന്നത് അതിന്റെ ഓണറാണ്. അവിടെ കുറേ മൃഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം ഇനി വരുന്നതിനകത്ത്. പക്ഷേ ഇനി വീഡിയോക്കകത്ത് കാണിച്ചു തരാം. ഓക്കെ ബൈ. ഇതോ രണ്ടുപേരും ഇരിക്കുന്നു. ഹലോ. ഇവിടെ നമുക്ക് കയറിയ ഡോഗ്സിനെ കാണാം, ഗിനിപ്പന്നിയെ കാണാം, പലതരം ബേർഡ്സിനെ കാണാം, ഹോഴ്സിനെ കാണാം, ആൻഡ് ഡക്കിനെ കാണാം, സ്വാനിനെ കാണാം. അങ്ങനെ ചെറിയതായ കുറച്ച് മൃഗങ്ങളെയും നമുക്കിവിടെ കാണാം കേട്ടോ. എന്നെ വിളിച്ച്. 2 കുതിരയുണ്ട്. ഹോഴ്സ് റൈഡ് ചെയ്യുന്നോ? അത് പറ്റത്തില്ല ഇവിടെ. ഹായ്. അത് കുഴപ്പമില്ല, ബ്ലറല്ല. അച്ഛനൊരു കൺവീനിയൻസ് സ്റ്റാർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരാള് ഇത് അച്ഛന്റെ മോന്. അച്ഛന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മളോട് പോണ്ട. ഹായ്. അയ്യോടാ ജിറ്റിയോട് അലർച്ച അടിച്ചിട്ട് പോകുന്നത്. റോഡ് സൈഡിലൂടെ ആയതുകൊണ്ട് ഓരോരുത്തർക്ക് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന പോപ്പർ ചതിച്ചതുകൊണ്ട് നമ്മൾ രണ്ടാമത് 2 പോപ്പർ വെച്ച് പൊട്ടിച്ചു. അതോടെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിച്ചു. ഓക്കെ ബൈ ബൈ.